ബോംബ് സ്ഫോടനത്തിൽ മരിച്ചയാളെ രക്തസാക്ഷിയാക്കിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. കണ്ണൂർ പാനൂർ സ്വദേശി കാട്ടിന്റെ വിട ഷെറിനെയാണ് രക്തസാക്ഷിയാക്കിയത്. മേഖലാ സമ്മേളനത്തിലെ അനുശോചന പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് സ്ഫോടനം നടന്നത്. ഷെറിന്റെ രക്തസാക്ഷിത്വം ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് ഗുണ്ടകൾ കഴുത്തെടുത്തു വന്ന തെലങ്കാനയിലെ മുതിർന്ന CPIM നേതാവ് സമനേനി രാമറാവുവിന്റെ കൊലപാതകത്തിൽ കടുത്ത പ്രതിഷേധം അനുശോചനം രേഖപ്പെടുത്തുന്നു. ബിജീഷ് ഗോവിന്ദൻ വിശദാംശം നൽകും. ബിജീഷ്, ഈ സ്ഫോടനത്തിന് പിന്നാലെ പാർട്ടി തള്ളിപ്പറഞ്ഞയാളാണ് ഷെറിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരാളെ ഇപ്പോൾ രക്തസാക്ഷിയാക്കി മാറ്റിയതിലെ സാഹചര്യം എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരം? സൈഫുദ്ദീൻ, ഇത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് പാനൂർ കുന്നോത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ടെറസിൽ സ്ഫോടനം നടക്കുകയും തുടർന്ന് ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. CPIMനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു സംഭവമാണിത്. പാർട്ടി ഗ്രാമത്തിൽ നടന്നൊരു സ്ഫോടനത്തിൽ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിന്ന് തലയുരുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് ഈ സ്ഫോടനത്തെയും അതുപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട 15ഓളം പ്രവർത്തകരെയും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് അന്ന് CPIM സ്വീകരിച്ചിരുന്നത്. ഡിവൈഎഫ്ഐയും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ നടന്ന ഡിവൈഎഫ്ഐയുടെ പാനൂർ മേഖലാ സമ്മേളനത്തിലാണ് ഷെറിനെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് അനുശോചന പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഷെറിൻ ഈ കേസിൽ 2ാം പ്രതിയാണ്. ഒപ്പം തന്നെ നേരത്തെ ഈ കേസിലകത്ത് 7ാം പ്രതിയായി ചേർത്തിരുന്ന അമൽ ബാബു എന്ന് പറയുന്ന ആളെ കഴിഞ്ഞ സമ്മേളന കാലത്ത് കുന്നോത്തുപറമ്പിലെ ബ്രാഞ്ച് സെക്രട്ടറിയായും CPIM അവരോധിച്ചിരുന്നു. ഏതായാലും ഷെറിനെ കൂടി രക്തസാക്ഷിയായി അവതരിപ്പിച്ചുകൊണ്ട് അനുശോചന പ്രമേയം തയ്യാറാക്കിയതിൽ പാർട്ടി അനുഭാവികൾക്കിടയിലും അതുപോലെ തന്നെ വിശ്വാസികൾക്കിടയിലും വലിയ തരത്തിലുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട്. വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.